നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. കൂത്തുപറമ്പ് നിയോജകമണ്ഡലം ജ്യോതിസ് വിദ്യാഭ്യാസ പദ്ധതി പ്രകാരം +2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ കിട്ടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ജില്ലാ കളക്ടർ വിഷ്ണുരാജ് IAS ഉദ്ഘാടനം നിർവഹിച്ചു. PK പ്രവീൺ MLA അധ്യക്ഷത വഹിച്ചു. ഇന്നും സാമൂഹ്യ പ്രതിബദ്ധതയോടെ മാത്രമേ വിദ്യാർത്ഥികൾ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്ന് ജില്ലാ കളക്ടർ P വിഷ്ണുരാജ് കൂത്തുപറമ്പ് നിയോജകമണ്ഡലം ജ്യോതിസ് വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി +2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം പാനൂർ KKVM സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരുപക്ഷെ നമുക്ക് അനുകൂലമായിട്ടുള്ള നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലല്ല അന്നത്തെ സാഹചര്യം ഉണ്ടായത്. അതുപോലുള്ള അവസരങ്ങൾ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഒരുപാട് സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് പേജസ് ഒക്കെ ബ്ലാങ്ക് ആയിട്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ പറയാം, ഏത് കഥയ്ക്കാണോ കൂടുതലാണോ, ഞാൻ പോയ യാത്രയ്ക്കാണോ പോവാത്ത യാത്രയ്ക്കാണോ, ഇതുപോലുള്ള ഒരുപാട് ത്യാഗങ്ങൾ നമ്മൾ കാണാത്ത സാക്രിഫൈസ് ഉണ്ടാകും. ത്യാഗങ്ങളും എല്ലാം ഒരുപക്ഷെ 40 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്നത്. അപ്പോൾ it is important that you should take a break ചെയ്തിട്ട് you should look back. നിങ്ങൾ എങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് കാണിച്ചത്, നിങ്ങളുടെ ഫാമിലിയോട്, നിങ്ങളുടെ ടീച്ചേഴ്സിനോട്, നിങ്ങൾ കൊടുത്തിട്ടുള്ള എഫേർട്ടിനോട്, നിങ്ങളോട് തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് കാണിച്ചത്, നിങ്ങൾ എത്ര നിങ്ങളെ ടേക്ക് ചെയ്തിട്ടുണ്ട്, അതെല്ലാം ആലോചിക്കാനുള്ള ഒരു സമയം മാത്രമാണത്. ഇത് കഴിഞ്ഞാൽ അടുത്ത യുദ്ധത്തിലേക്ക് നിങ്ങൾ കടക്കണം. ഞാൻ ഇതുപോലെ +2 അത് കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗിന് വേണ്ടി ഞാൻ NIT കാര്യത്തിലാണ് ഉപയോഗിച്ചത്. അപ്പോൾ ആ സമയത്ത് അവിടെ എത്തിയ സമയത്ത് എനിക്കൊരു തോന്നലാണ്, ഓക്കെ, എനിക്ക് അത്ര കണ്ട് പ്രിപ്പയർഡ് അല്ല, ഞാൻ എഞ്ചിനീയറിംഗൊന്നും എല്ലാവരും വളരെ കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ബേസ് കുറവാണെന്നൊരു തോന്നലാണ് എൻ്റെ ഉള്ളിൽ കണ്ടിട്ടില്ല. അതെന്നെ വളരെയധികം ബാധിച്ചു, എൻ്റെ ഡിഗ്രി പെർഫോമൻസ് വളരെയധികം ബാധിച്ചു. എന്നാൽ അത് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി ബിസിനസ് പ്രൊഫഷനിലേക്ക് കടന്നപ്പോൾ എനിക്കുള്ള ടാഗ് എന്താണ്, NIT ടാഗ് നോക്കാം. അപ്പോൾ ആ റെപ്യൂട്ടേഷൻ മാറി. റെപ്യൂട്ടേഷൻ മാറിയപ്പോൾ ആ റെപ്യൂട്ടേഷൻ അനുസരിച്ച് പഠിക്കാനായിട്ടുള്ളൊരു റെസ്പോൺസിബിലിറ്റി എൻ്റെ കയ്യിലോ. PK പ്രവീൺ MLA അധ്യക്ഷത വഹിച്ചു. പുതിയ കാഴ്ചപ്പാടുകളുടെ ആ വികസനത്തിന്റെ പാതയിലേക്ക് നയിക്കാൻ വേണ്ടി മുൻ ജനപ്രതിനിധിയായ ശ്രീ KP മോഹനൻ തുടങ്ങി വെച്ച ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് ജ്യോതിസ് പദ്ധതി. അതിന്റെ ഭാഗമായി കഴിഞ്ഞ 5 വർഷത്തിലധികമായി എല്ലാ വിദ്യാഭ്യാസ മേഖലയിലും തനതായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടും അതേപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പുതിയ ആശയങ്ങൾ അനുസരിച്ച് ശാസ്ത്ര സാങ്കേതികയിലുള്ള മാറ്റങ്ങൾ അനുസരിച്ച് വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പരിശീലനം നടത്തിക്കൊണ്ടും വിദ്യാലയങ്ങളിലെ ഈ നിയോജക മണ്ഡലത്തിലെ വിദ്യാർത്ഥികളെ പരിപോഷിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഇങ്ങനെയൊരു തുടക്കം കുറിച്ചത്. തുടക്കം കുറിക്കുമ്പോൾ തന്നെ എല്ലാ വിദ്യാലയങ്ങളിലും അതനുസരിച്ച് അവിടുത്തെ അധ്യാപകന്മാരും രക്ഷാകർത്ത സമിതികളും പൂർണ്ണ പിന്തുണ ലഭിച്ചുകൊണ്ട് അവരുടെ അഭിപ്രായം പോലും ഈ ജ്യോതിഷ് എന്ന വിദ്യാഭ്യാസ പദ്ധതിയിൽ എത്തിച്ചുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കാലഘട്ടത്തിനനുസരിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ വികസനം ഉണ്ടാക്കുക, വിദ്യാർത്ഥികൾക്ക് പുതിയ പുതിയ അറിവുകൾ എത്തിച്ചു കൊടുക്കുക, അതനുസരിച്ച് വേണ്ട പരിശീലനങ്ങൾ അധ്യാപകർക്ക് നൽകുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. റാൻസ് കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന സ്കിൽ ഡെവലപ്മെന്റ് പദ്ധതിയുടെ ലോഗോ പ്രകാശനം മുൻ മന്ത്രി KP മോഹനൻ നിർവഹിച്ചു. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് N പ്രസീത, നഗരസഭാ വൈസ് ചെയർമാൻ TM ബാബുരാജ് മാസ്റ്റർ, കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഫസീല, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരായ NK ജയപ്രസാദ്, ശ്രേയ ബാലൻ, വാർഡ് കൌൺസിലർ ഷമീമ സുബൈർ, പ്രഥമാധ്യാപിക KM റിഹ, നളിനി മാവില തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ MK മധുസൂദന് സ്വാഗതവും E സുരേഷ് ബാബു നന്ദിയും പറഞ്ഞു. പക്ഷെ അതുപോലെ അത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം എല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്നവരാണ്. മൊബൈൽ ഉപയോഗം എന്തിനാണ്? നമുക്ക് സാങ്കേതികപരമായിട്ടും ലോക വിവരങ്ങളും വിജ്ഞാനപരമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് മൊബൈലിൻ്റെ ഉപയോഗം ഞങ്ങൾ ഉപയോഗിക്കേണ്ടത്. വെറുതെ ഉപയോഗിക്കാനുള്ളതല്ല, ആരെയും കുറ്റം പറയാനോ ആരെങ്കിലും നോൺസെൻസ് ആക്കാനല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്. മറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. ഇപ്പോൾ സിൽക്ക് മിത്ര, തൂവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ
അതിവിടെയാണ് സിൽക്ക് മിത്ര കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കൊരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി.